ഒരു കാര്യം ഇന്ന് വരെ ഒരു കൺവെൻഷനോ ഒന്നും നമുക്ക് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇത്തവണ ഒരു പുതിയ അനുഭവമാണ്. ഫെലിക്സ്, ബ്രദർ രതീഷ് ഇതിന്റെ പുറകിൽ വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളുണ്ടായി. നമ്മുടെ പല സഹോദരങ്ങളും അബ്രോഡാണ്. അവർക്ക് എല്ലാവർക്കും യോഗ ലൈവായിട്ട് കൊണ്ടെത്തിച്ചത് അവരുടെ പ്രയത്നമുണ്ട്. ഫെലിക്സിനും രതീഷ് ബ്രദറിനും ഇന്നേരത്ത് നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി നന്ദി പറയുന്നത് സദസ്സിലായിരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കുമാണ്. പിന്നെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാട്ടുകാർക്കും എല്ലാവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്റെ കർത്തവ്യത്തിൽ നിന്നിരുന്നുള്ളൂ. വളരെ നല്ല രീതിയിൽ കൃതജ്ഞത അർപ്പിച്ചതിലും ഈ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, അവിടെ കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ കർത്താവ് ഞങ്ങളെ ദേശത്തിൽ അയച്ചതാണ്. വർഷം 30 കടന്നുപോയി ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ട്. ഇനി 40 ദിവസങ്ങളിലൂടെ 30 വർഷമാകാൻ ഇവിടുത്തെ ശുശ്രൂഷ. അന്നല്ലേ ഒരു കുഞ്ഞുങ്ങളായി ദൈവത്തോളം നടത്തി. എന്നാലും ഒരു കുറവുണ്ടാകും, അത് താമസിക്കാതെ പരിഹരിക്കും. സഹായിക്കട്ടെ. വിട്ടുപോയ ജനങ്ങളൊക്കെ ഓർക്കുന്നു. ഏറ്റവും നന്ദി പറയുന്നത് ഈ നാട്ടിലെ പ്രിയപ്പെട്ടവർക്കാണ്. അവർ ഈ സഭാപ്രവർത്തനത്ത് പലരും വന്നിട്ടില്ല. അവർ നമ്മുടെ വിശ്വാസത്തിലുമല്ല. പക്ഷെ അവർക്ക് നന്ദി പറയാതിരിക്കുന്നെങ്കിൽ അത് ജീവിതത്തിൽ വലിയ കുറവാണ്. കാരണം ഈ സുവിശേഷ യോഗം ഇവിടെ നടക്കുന്ന